ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടു. ന്യൂസ് കൂടെ ചേർത്ത് എന്തിനാ ഇറാനുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? ഇപ്പൊ ഇറാന്റെ തലവനെയും കൊന്നു. ഇനി അവന്മാര് വെറുതെ ഇരിക്കൂ? ഇറാനിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ചെയ്യുന്നത് അവര് വിചാരിക്കുന്നത് ഇനി വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റും, ഏറ്റവും ഡേഞ്ചറസ് വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റും. അത് ഇറാൻ പറയുന്നുണ്ട് അവരെ ചെയ്യത്തില്ല എന്ന്. പക്ഷെ ഇവര് അതിനൊരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആയിട്ടാണ്. എങ്ങാണം ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ഇസ്രായേലിനും യുഎസിനുമാണ്. അത് പേടിച്ചിട്ട് ഇവർ ഇപ്പോഴേ അതൊരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആയിട്ടാണ് ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മിലിറ്ററി വെച്ച് അടിക്കുന്നത്. അത് യുഎസ് ഇസ്രായേലിനെ വെച്ച് ഇറാനെ അടിക്കുമ്പോൾ ഇറാന് യുഎസിനെ തിരിച്ചടിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ ഏതാ? അവിടെ ഉള്ള ആർമി ബേസസ് ഖത്തറിലും ബഹ്റിനിലും ഒക്കെ ഉള്ള. അപ്പൊ യുഎസിന്റെ ആർമി ബേസിൽ അടിക്കും. അപ്പൊ പണി കിട്ടുന്നത് എന്താ? ഈ എയർഡോൺ സിസ്റ്റം വെച്ച് അത് അടിച്ച് താഴെയിടാൻ നോക്കുമ്പോൾ വന്ന് വീഴുന്ന ജനവാസ മേഖലകളിലാണ്. അപ്പം ഖത്തർ ഗവൺമെന്റിന് പ്രഷർ വരും യുഎസിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. കാരണം ഇറാൻ തിരിച്ചടിക്കുന്ന ഇങ്ങോട്ടാണെങ്കിലും അവരെല്ലാം അഫക്ട് ചെയ്യുന്നത്, അവിടുത്തെ ജനങ്ങളെല്ലാം അഫക്ട് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. ഈ യുദ്ധമൊക്കെ കാരണം കുറെ പാവം പിടിച്ച ഒന്നും ഇല്ലാത്ത കുറെ പാവം പിടിച്ച മനുഷ്യരും പിള്ളേരും ഒക്കെ മരിക്കും. ലോകം ബാക്കി കാണുമോ എന്തോ? ഇതൊരു 3-4 ദിവസത്തിനുള്ളിൽ എല്ലാം ഒത്തുതീർപ്പാകും. കാര്യം ഇതിനകത്ത് ലോകരാജ്യങ്ങളെല്ലാം ഇടപെടും, UN ഒക്കെ ഇടപെട്ട് ഇത് സോൾവ് ആകും. പക്ഷെ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്.